ഓക്കെ, നമുക്ക് കൺസംഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സി എന്ന് പറയുന്നത് എ പ്ലസ് ബി വൈ എന്നാണ്. നമുക്ക് ചോദിച്ചേക്കുന്നത് സേവിങ് ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യാനാണ്. ഇൻകോ എന്ന് പറയുന്നത് കൺസംഷന്റെ സേവിങ്സിന്റെ ടോട്ടലാണ് ഇൻകോ എന്ന് പറയുന്നത്. അപ്പൊ എസ് എന്ന് പറയുന്നത് വൈ മൈനസ് സി എന്ന് കൊടുക്കുക. അതിൽ നമുക്ക് സിയുടെ പോർഷനിൽ എ പ്ലസ് ബി വൈ എന്നുള്ള കൺസംഷൻ എക്സ്പെൻഡിച്ചറിന്റെ ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സൈൻ കൊടുക്കുമ്പോഴത്തേക്ക് വൈ മൈനസ് എ മൈനസ് ബി വൈ എന്ന് കിട്ടും. അതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ വൈനെ പുറത്തെടുക്കുമ്പോഴത്തേക്ക് മൈനസ് എ പ്ലസ് വൺ മൈനസ് ബി വൈ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിച്ചേക്കുന്ന സേവിങ് ഫംഗ്ഷൻ ആണ്. സേവിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൈനസ് എ പ്ലസ് വൺ മൈനസ് ബി വൈ എന്ന് കിട്ടും. ഓക്കെ, 44ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മണിയുടെ ഫംഗ്ഷൻ എഴുതാനാണ്. അപ്പൊ നിങ്ങൾ ആദ്യം മണിയുടെ ഡെഫിനിഷൻ എഴുതുക. എന്താണ് മണി എന്ന് എഴുതുക. പ്രൊഫസർ വാക്കറിന്റെ ഡെഫിനിഷൻ എഴുതുക. മണി ഈസ് വാട്ട് മണി ഡെസ്. പണം എന്താണോ ചെയ്യുന്നത് അതാണ് പണം. പിന്നെ മണിയുടെ ഫംഗ്ഷൻസ് എഴുതുക. പ്രൈമറി ഫംഗ്ഷൻ, സെക്കൻഡറി ഫംഗ്ഷൻ എഴുതുക. സ്റ്റോർ ഓഫ് വാല്യൂ, ട്രാൻസ്ഫർ ഓഫ് ഡിഫേർഡ് പേയ്മെന്റ്, ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ അറ്റൻഡ് ചെയ്യുക. 4 മാർക്കിന് പ്രൈമറി ഫംഗ്ഷനും സെക്കൻഡറി ഫംഗ്ഷനും അതിന്റെ 4 പോയിന്റ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് വിൽ ബി ദ എഫക്ട് ഓഫ് ഫോളോയിങ് ഡിമാൻഡ് കർവ്. ഇൻക്രീസ് ഇൻ ഇൻകം ഓഫ് എ ബയർ. ബയറെ ഇൻകം കൂടുമ്പോഴത്തേക്ക് നോർമൽ ഗുഡ്സിനാണെങ്കിൽ ഡിമാൻഡും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ദെൻ ഫോൾ ഇൻ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ് ഫോളോ ചെയ്യുമ്പോഴത്തേക്കും സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ ഡിമാൻഡും എന്താണ് ചെയ്യുന്നത്, കുറയുകയാണ് ചെയ്യുന്നത്. അതൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. നോർമൽ ഗുഡ്സിന്റെ കേസിലാണെങ്കിൽ പ്രൈസ് കൂടുമ്പോഴത്തേക്കും ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. അതുകൊണ്ട് തന്നെ ഡിമാൻഡിന്റെ ഒരു അപ്വേർഡ് ഷിഫ്റ്റ് ആണ് ഉണ്ടാവുന്നത്. അതാണ് ഈ ഗ്രാഫിൽ കാണിച്ചേക്കുന്നത്. ഇത് നിങ്ങൾ വരയ്ക്കുക. ദെൻ ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്ന. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് ഓഫ് കോഫിയുടെ പ്രൈസ് കൂടുകയാണെങ്കിൽ ടീയുടെ ഡിമാൻഡ് ആണ് കൂടുന്നത്. അതെന്ന് പറയുന്നത് ഒരു അപ്വേർഡ് ഷിഫ്റ്റ് ആയിട്ട് വരയ്ക്കണം. അപ്പൊ അതിൽ കറക്റ്റ് എക്സ് ആക്സിലും വൈ ആക്സിലും എന്താണെന്നുള്ള കറസ്പോണ്ടിങ് വാല്യൂ നിങ്ങൾ കൊടുക്കുക. അതേപോലെ ഇതിൽ ഫോൾ ഇൻ ദ പ്രൈസ് നിങ്ങളൊന്ന് വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ പറഞ്ഞേക്കുന്നത് പ്രൈസ് ഇൻക്രീസ് ചെയ്താണ്, നിങ്ങൾ ഡിക്രീസ് ചെയ്തൊന്ന് വരയ്ക്കുക. 45ാമത്തെ ക്വസ്റ്റ്യൻസിൽ ഓർ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതെന്ന് പറയുന്നത് ലോ ഓഫ് ഡിമാൻഡ് എക്സെപ്ഷണൽ കേസ് എഴുതാനാണ്. അത് നമ്മൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ഒന്നും കൂടെ കണ്ട് പഠിച്ചു വെക്കുക. ദെൻ 46ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബഡ്ജറ്റ് പോളിസിയുമായി ബന്ധപ്പെട്ട 2 ഇഷ്യൂസ് എഴുതാണ്. അപ്പൊ ബഡ്ജറ്റ് പോളിസിയുടെ ഇഷ്യൂസ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ദെൻ 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എക്സ്പാൻഷനും ഇൻക്രീസിങ് സപ്ലൈ. ഇൻക്രീസിങ് സപ്ലൈ എക്സ്പാൻഷൻ ഓഫ് സപ്ലൈന്റെ വ്യത്യാസം എഴുതാനാണ്. അതിന്റെ ഗ്രാഫോട് കൂടി നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ്പാൻഷൻ ഓഫ് സപ്ലൈ എന്ന് വെച്ചാൽ പ്രൈസിലുണ്ടാകുന്ന മാറ്റം സപ്ലൈയിൽ എന്തുമാത്രം മാറ്റം ഉണ്ടാക്കുന്നു എന്നതാണ് എക്സ്പാൻഷൻ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കുക. ഇതിന്റെ ഗ്രാഫ് നിങ്ങളൊന്ന് വരച്ചു നോക്കാം. ഓക്കെ, ദെൻ ഇൻക്രീസിങ് സപ്ലൈ എന്ന് പറയുമ്പോൾ പ്രൈസ് അല്ലാത്ത ഘടകങ്ങൾ കാരണം സപ്ലൈയിൽ വരുന്ന മാറ്റം എന്തെന്ന് പറയുന്നത് ഇൻക്രീസിങ് സപ്ലൈ എന്ന് പറയുന്നത്. അതിലാണ് ഇൻക്രീസും ഡിക്രീസും വരുന്നത്. ഇതിൽ എക്സ്പാൻഷനും കോൺട്രാക്ഷനും വരും. ഓക്കെ, അപ്പൊ ഇൻക്രീസിങ് സപ്ലൈ എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈസ് കോൺസ്റ്റന്റ് ആയിട്ട് ഇവിടെ നിൽക്കും. ക്വാണ്ടിറ്റി സപ്ലൈ കൂടുകയാണ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റി സപ്ലൈ കൂടുമ്പോഴത്തേക്കും ഇതിലൊരു ഷിഫ്റ്റ് വരും. ആ ഷിഫ്റ്റ് നിങ്ങളൊന്ന് വരച്ച് പഠിച്ചു വെക്കുക. അതിന്റെ ഡെഫിനിഷനും കറക്റ്റ് പഠിച്ചു വെക്കുക. ഓക്കെ, അതിൽ തന്നെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജോമെട്രിക് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് വിത്ത് ഹെൽപ്പ് ഓഫ് ഡയഗ്രാം. ജോമെട്രിക് മെത്തേഡിൽ നമ്മൾ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇന്റർസെപ്റ്റ് ഓഫ് ഓൺ എക്സ് ആക്സിസ് ബൈ ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണ്. അപ്പൊ അതിന്റെ ഇന്റർസെപ്റ്റ് ആണ് നമ്മൾ ഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അത് മൂന്ന് തരത്തിലാണുള്ളത്. ഒന്ന് റിലേറ്റീവ്ലി എലാസ്റ്റിക് എന്ന് പറയാം. റിലേറ്റീവ്ലി എലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിലെ എം ക്യൂ ഡിവൈഡഡ് ബൈ ഒ ക്യൂ എന്നാണ് വരുന്നത്. എം ക്യൂ ഡിവൈഡഡ് ബൈ ഒ ക്യൂ എന്ന് പറയുന്നത് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒന്നിനെയും കാട്ടി കൂടുതലായിരിക്കും. അതാണ് റിലേറ്റീവ്ലി ഇലാസ്റ്റിക്. 2 യൂണിറ്ററി എന്ന് പറയുന്നത് ഒ ക്യൂ ബൈ ഒ ക്യൂ ആണ്. അപ്പോഴത്തേക്ക് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിനെ നമ്മൾ യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് പറയും. ദെൻ മൂന്നാമത്തെന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ആണ്. റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ് ആക്സിസിലാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ എം ക്യൂ ബൈ ഒ ക്യൂ എന്ന് പറയും. എം ക്യൂ ബൈ ഒ ക്യൂ എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി ഒന്നിനെയും കാട്ടി കുറവായിരിക്കും. അത് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക്. അപ്പൊ ജോമെട്രിക് മെത്തേഡിൽ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്ന 3 രീതിയും ഗ്രാഫോട് കൂടി നിങ്ങൾ വരച്ച് പഠിച്ച് വെക്കുക. ഓക്കെ, 48ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാസീവ്സ് പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനാണ്. പക്ഷേ ഇത് P1 Q1 P0 Q0 ഇതെല്ലാം തന്നേക്കുന്നത് പാസീവ്സിന്റെ ലാസ്റ്റ് പിഎസിന്റെ തമ്മിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരണം. അപ്പൊ കൺഫ്യൂഷൻ വരാതെ നിങ്ങൾ പാസീവ്സ് പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. 48ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് P01 എന്ന് പറയുന്നത് സിഗ്മ P1 Q1 ബൈ സിഗ്മ P0 Q1 എന്ന ഇക്വേഷൻ എടുത്തിട്ട് നമ്മൾ ചെയ്യുക ഇൻറ്റു 100. അതെന്ന് പറയുന്നത് പാസീവ്സ് പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 160 എന്ന ആൻസർ കിട്ടും. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക.
49, 50 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ്എ ക്വസ്റ്റ്യൻ ആണ്, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ്. അപ്പൊ ഈ ഡേറ്റ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെന്ന് പറയുന്നത് കണ്ടിന്യൂസ് സീരീസ് ആണ്. കണ്ടിന്യൂസ് സീരീസിലെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എം ബൈ എഫ് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് എഫ് എം കണ്ടുപിടിക്കുക, എഫ് എമ്മിന്റെ ടോട്ടൽ എടുക്കുക, അതാണ് സിഗ്മ എഫ് എം എന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്തെടുക്കുക? ഈ ഫ്രീക്വൻസിന്റെ ടോട്ടൽ എടുക്കുക, അത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എക്സ് ബാർ കിട്ടും. എക്സ് ബാർ ആണ് എന്തെന്ന് പറയുന്നത്? അരിത്തമെറ്റിക് മീൻ. ഒന്നും കൂടി ഇക്വേഷൻ പറഞ്ഞേ, എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എം ബൈ എഫ്. ഓക്കെ, ദെൻ 50ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ആണ്. ഈ നാഷണൽ ഇൻകത്തിന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കുറേ പ്രോപ്പർട്ടീസ് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒക്കെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ നാഷണൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം പ്ലസ് എൻ എഫ് ഐ എ മൈനസ് എൻ ഐ ടി പ്ലസ് സബ്സിഡി ആണ്. അപ്പൊ നമുക്ക് ഓരോ വാല്യൂസും അല്ലെങ്കിൽ ഇത് ഏതാണോ നോക്കാം. സി എന്ന് പറയുന്നത് എന്താണ്? പ്രൈവറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആണ്. അതേപോലെ ഐ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ആ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? നെറ്റ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷന്റെ കൂടെ ചേഞ്ച് ഇൻ സ്റ്റോക്കും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നത്. ഓക്കെ, ദെൻ ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ ജി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. എക്സ് മൈനസ് എം എന്ന് പറയുന്നത് നെറ്റ് എക്സ്പോർട്ട് ആണ്. എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നെറ്റ് എക്സ്പോർട്ട് ഒന്ന് ഡയറക്റ്റ് ആയിട്ട് തരും. ഓക്കെ, ദെൻ എൻ എഫ് ഐ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. എൻ ഐ ടി എന്ന് പറയുന്നത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 30,000 ആണ്. ഐ എന്ന് പറയുന്നത് അതിൽ നമുക്ക് 1200 എന്നുള്ള നെറ്റ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷനും ചേഞ്ച് ഇൻ സ്റ്റോക്കാണ് ഇവിടെ 400 വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഐ എ 1600 ആയിട്ട് രണ്ടും കൂടെ കൂട്ടിയാണ് നമ്മൾ എടുക്കുന്നത്. ദെൻ ജി എന്ന് പറയുന്നത് 1400. എക്സ് മൈനസ് എം എന്ന് പറയുന്നത് നെറ്റ് എക്സ്പോർട്ട് മൈനസ് വന്നു. എന്തുകൊണ്ട് മൈനസ് വന്നു? നമ്മുടെ എക്സ്പോർട്ട് കുറവും ഇമ്പോർട്ട് കൂടുതലുമാണ്. അതുകൊണ്ടാണ് നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് മൈനസ് ഫിഗർ വന്നത്. ദെൻ എൻ എഫ് ഐ എന്ന് പറയുന്നത് -30, എൻ ഐ ടി 50, സബ്സിഡീസ് 20. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഒന്നും കൂടെ പറഞ്ഞേ, സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം പ്ലസ് എൻ എഫ് ഐ എ മൈനസ് എൻ ഐ ടി പ്ലസ് സബ്സിഡി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഇക്വേഷനിലോട്ട് ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 5690 എന്ന് നമുക്ക് ആൻസർ വരും. ആൻസർ എന്ന് പറഞ്ഞാൽ ക്രോറിലാണ്. നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്ത് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഈ 50ൽ വരുന്ന ഓർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേഴ്സണൽ ഇൻകവും പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകവും കണ്ടുപിടിക്കാനാണ്. ആ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നല്ലതുപോലെ നിങ്ങൾ എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.